അസ്സലാമു അലൈക്കും. അപ്പോൾ ഉമ്മാവും ഞാനും ഇത്താവും ഫാമിലിയിലായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോകട്ടോ. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്ത് പോകുന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ ഒന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിന് കിസായിസിലുള്ള അൽത്തവ സ്ക്വയറിലെ ദഫ്സ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള ആടെയുള്ള ബൈത്തൽ സെയിൻ മന്തിക്കാട്ടോ. അപ്പോൾ ഈടെ കയറിയിട്ടാകുമ്പോഴാണ് അറിഞ്ഞത് ഇവിടുത്തെ ഓണർ നമ്മളെ കാസർഗോഡ് കാഞ്ഞങ്ങാടുകാരാണ്. ഉമ്മാൻ്റെ ഫാനും കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ആംബിയൻസ് നല്ല സെറ്റപ്പെല്ലാം ഉള്ള ഒരു പുതിയതായിട്ടൊരു 9 to 10 months ആയി. ഇവർക്ക് മുമ്പ് അബുദാബിയിലൊക്കെ വേറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം നല്ല മജ്ലിസും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഉമ്മാക്ക് താഴെ മജ്ലിസിൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെന്നും ചെയർ സിസ്റ്റം തന്നെയാണ് കേട്ടോ എടുക്കാറ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇരുന്നു. നല്ല അടിപൊളി എന്താ പറയുക വൈബ് ഉണ്ട് കേട്ടോ. നല്ലൊരു വൈബുള്ള റെസ്റ്റോറൻ്റാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളും മിണ്ടാനും കഥകളും പുളറ ബൈത്തുന്നിയും ഈലെല്ലാം ആയിട്ട് വന്ന് അപ്പൊക്കെ നമ്മൾ ജ്യൂസ് കൊണ്ടുവന്ന് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉമ്മ പറയുന്നത് ഉമ്മ അവിടെ റോഡിൽ പരിചയമില്ല. അപ്പോൾ ഓർക്കിങ്ങനെ കുക്കർ മന്തി എന്നെല്ലാം പറഞ്ഞാൽ ഉമ്മാക്ക് ഇത് കാണണം. ഇതിൽ നോക്കുമ്പോൾ ഇല്ല കണ്ട ചെറുപ്പുളി തുള്ളുന്ന ഇങ്ങനെയുള്ള മന്തിയാവോ. അപ്പോൾ നമ്മൾ മധുഫൂനും പിന്നെ മദ്ഗൗത്ത് മട്ടനും പിന്നെ അതേപോലെ തന്നെ മദ്ബിയിൽ പെരി പെരി ചിക്കനും ചിക്കൻ ഹണിയും ആണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ നമ്മൾ ഹനീദ് ഷോൾഡറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതാവോ. പിന്നെ ഓറ് സ്പെഷ്യലായിട്ട് നമുക്ക് ഇവരുടെ എന്താ പറയുന്നത് ഒരു സീ ബ്രീമിൻ്റെ റോയലും കൂടി തന്നിട്ടുണ്ടായിന്. അതെന്ന് വെച്ചെങ്കിൽ നല്ല ഗ്രില്ല് ചെയ്തിട്ടുള്ള ഫിഷാണ്. നല്ല ഉപ്പുമുളെല്ലാം പൊടിച്ചിട്ടുള്ള ഫിഷാണ്. നല്ല സോഫ്റ്റ് ഇങ്ങനെ വരുന്നു. കൈ കൊടുക്കുമ്പോൾ തന്നെ വരുന്നു പറ്റത്തില്ല. നല്ല സോഫ്റ്റ് നല്ല രസമുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ എന്തായാലും മധുരം കഴിക്കാണ്ട് പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നിട്ടുണ്ട് മാംഗോ കൊശ്ശേരി കുനാഫാണ്. പിന്നെ ഉമ്മാലിയും പിന്നെ നമ്മളെ എമറാത്തികളെ ഏറ്റവും വലിയ ഫേവറേറ്റ് സാധനമാണ് ലുക്കൈമാത്ത്. എന്ത് കഴിച്ചാലും ഇത് എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്. നല്ല ഇത് ലുക്കൈമാത്ത് ഇത് സ്പെഷ്യൽ സാധനമാണ്. ഇത് ഈ മാതിരിയുള്ള കുനപ്പം ഞാൻ കണ്ടിട്ടാണ്. ഇത് പുതിയ സ്പെഷ്യലായിട്ട് കാണുന്നത് നല്ല ഇതാ. അപ്പോൾ ആടത്തെ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് ഞങ്ങൾ ഇനി പോകുന്നുള്ളത് ജദ്ദഫിലേക്കാണോ. അപ്പോൾ ഈടെയെന്ന് വെച്ചെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫ്ലാറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 2 bedroom അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത് ഇവരുടെ ഷോ അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇതിൽ പോയി അങ്ങനെ ഈ ഫ്ലാറ്റ് കണ്ട് കിച്ചൺ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് ഇവരുടെ ഷോ അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ടാണ് ഫർണിച്ചറൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതൊന്നും ഇൻക്ലൂഡ് അല്ലാതെയാണ് 2 bedroom ഒരു അപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ നമുക്കൊരു ചെറുതായിട്ട് ലുക്ക് ഇത് ബാൽക്കണി വ്യൂ ഒക്കെ ഭയങ്കരമാണ്. പക്ഷെ ബെഡ്റൂമൊക്കെ കുറച്ച് ചെറുതാണോ കൺജസ്റ്റഡ് ആണോ എന്നുള്ളൊരു ഡൗട്ടെല്ലാം ഉണ്ട്. അങ്ങനെ എന്താ പറയുന്നത് ഞങ്ങൾ ഇനിയിപ്പോൾ ബാണ്ടേ എന്നെല്ലാം പറയുന്നത് ഇങ്ങനെ ഒരു ഡൗട്ടിലുണ്ടായത്. അങ്ങനെ അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഏരിയയിലെല്ലാം ഉണ്ട് ആൾക്കാർക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്കും വേണമെങ്കിൽ പോയിട്ട് നോക്കാമല്ലോ. നല്ല പേയ്മെൻറ്റ് പ്ലാൻ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കൊടുത്തോ. അപ്പോൾ അങ്ങനെ ഞാൻ ജദ്ദഫിലാണ്. ജദ്ദഫ് എന്ന് വെച്ചാൽ ക്രീക്ക് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു 2 kilometer ഫ്രം ക്രീക്ക് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ നമ്മളെന്താ ഫയർ വർക്സിൽ ഇവിടെ തന്നെ നിന്നിട്ട് കാണാം. എല്ലാം കഴിഞ്ഞിട്ട് നോക്കിയിട്ടാകുമ്പോൾ തന്നെ ഒരു 4:30 മണിയെല്ലാം ആയി. പിന്നെ ഞങ്ങൾ ബിയ്യം തിരക്കാക്കി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മരുബാങ്ക് ബേയോ അല്ലേ. പിന്നെ ഞങ്ങൾ പുറക്കെത്തുമ്പോൾ കാസർഗോഡായി പോകണ്ടായിട്ട് ബിയ്യം തിരക്കാക്കി പോയി. അത്ര തന്നെ റോഡും ട്രാഫിക് ഉണ്ടായിന്. അപ്പോൾ ഇത്രയും ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.